സഫർ മാസത്തിലെ ഒടുവിലെ ബുധനാഴ്ച ഇറങ്ങുന്ന ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തന്ന സിമ്പിളായ ഒരു മാർഗമാണ് സലാമത്തിൻ്റെ ആയത്തുകളെ ഒരു പ്ലേറ്റിൽ എഴുതി മന്ത്രിച്ച് അതിനെ വെള്ളം കൊണ്ട് മായ്ച്ച് കുടിച്ചാൽ എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വലിയ കാവൽ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സലാമത്തിൻ്റെ ആയത്തുകൾ: സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹീം, സലാമുൻ അലാ മൂസാ വ ഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലൈക്കും തിബ്തും വദ്ഖുലൂഹാ ഖാലിദീൻ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ആയത്തുകളെയാണ് നാം പ്ലേറ്റിൽ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കേണ്ടത്. അതേപോലെ സൂറത്ത് യാസീൻ ഇന്ന് നാം പാരായണം ചെയ്യണം. സൂറത്ത് യാസീനിൽ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആയത്തിനെ 313 തവണ ആവർത്തിച്ച് ചൊല്ലി ശേഷം സ്വലാത്തുൽ മുൻജിയ ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وتغفر لنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات എന്ന സ്വലാത്തും ചൊല്ലി യാസീനെ പൂർത്തീകരിക്കുക. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മൾക്കുള്ള എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്നും ഈ വർഷത്തിൽ വലിയ കാവലുണ്ടാവാൻ വേണ്ടിയും നമ്മുടെ അയൽവാസികൾ, കൂട്ടുകുടുംബാദികൾ, കൂട്ടുജനങ്ങൾ എല്ലാവർക്കു വേണ്ടിയും നാം ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഓരോ വർഷത്തിലും കണക്കാക്കപ്പെടുന്ന ആഫത്തുകൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തേക്ക് ഇറങ്ങുന്നത് ആ വർഷത്തിലെ സഫർ മാസം അവസാനത്തെ ബുധനാഴ്ചയാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നേ ദിവസമാണ് അതിൻ്റെ ദിവസങ്ങൾ. സലാമത്തിൻ്റെ ആയത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ, സലാമുൻ അലാ ഇബ്രാഹീം, സലാമുൻ അലാ മൂസാ വ ഹാറൂൻ, സലാമുൻ അലാ ഇല്യാസീൻ, സലാമുൻ അലൈക്കും തിബ്തും വദ്ഖുലൂഹാ ഖാലിദീൻ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ആഫത്ത് ബലാ മുസീബത്തുകളെ തൊട്ടും നമ്മേക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മോട് സ്നേഹിക്കുന്നവർ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും വലിയ കാവൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ.